പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് വന്നു സംഭവിച്ചിരിക്കുകയാണ്. ദേവബാല തിരികെ എത്തി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ദേവബാലയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ദേവരാജൻ. ഇതേ തുടർന്ന് ദേവബാലയോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ്. നിന്നെ തട്ടിക്കൊണ്ടുപോയത് അഭിഷേകാണോ എന്ന് ചോദിക്കുന്ന ദേവരാജൻ, എനിക്ക് സത്യങ്ങൾ അറിയണം എന്ന് പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന്, അങ്ങനെയല്ല കാര്യങ്ങൾ, എന്നെ തട്ടിക്കൊണ്ടുപോയത് അഭിഷേകല്ല, പക്ഷേ അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് തടി തപ്പിയത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് ഞാൻ അങ്ങനെ വെറുതെ ജീവിതം തട്ടിത്തെറിപ്പിച്ച് കളയും എന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? അഭിഷേകിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ മനഃപൂർവ്വം കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ അവനെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവൻ എൻ്റേതു മാത്രമായിരിക്കും. അവൻ്റെ വിളയാട്ടലുകളൊന്നും ഇനി നടക്കുകയില്ല. ഇത് കേൾക്കുന്ന ദേവരാജൻ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. എൻ്റെ മകൾ ദേവബാല തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അവളുടെ അസുഖം മാറിയോ എന്നുള്ള ചിന്തകൾ മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന്, ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യവും കൃത്യമായി അറിയാമെന്ന് വ്യക്തമാക്കുകയാണ് ദേവബാല. എൻ്റെ ഭർത്താവായ അവനെ ഞാൻ മറ്റ് പെൺകുട്ടികളുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. അവൻ എൻ്റേത് മാത്രം തന്നെ ആയിരിക്കും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായിക്കൊണ്ടാണ് ഈ ദേവബാല തിരികെ എത്തിയിരിക്കുന്നത്. അച്ഛനും എൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെയാണ് എങ്കിൽ മാത്രമാണ് വിചാരിച്ചതുപോലെ എല്ലാ കാര്യവും നടക്കുകയുള്ളൂ. ഇത് കേൾക്കുന്ന ദേവരാജൻ തൻ്റെ മകളെ നോക്കുകയും, ദേവബാല പറയുന്നത് പോലെ എല്ലാ കാര്യവും നടക്കും. അച്ഛൻ്റെ പൂർണ്ണ പിന്തുണ നിനക്കുണ്ട്. നിന്റെ ജീവിതം നന്നായി കാണണം. അതുമാത്രമാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. നീ ഒരിക്കലും വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നീ ധൈര്യമായി മുന്നിലേക്ക് പോയിക്കൊള്ളൂ. പക്ഷേ ഇനിയും എനിക്ക് ഈ വീട്ടിൽ തുടരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടെ പോയി വരാം എന്ന് പറയുകയും ചെയ്യുകയാണ് ദേവരാജൻ. ഇതിനിടയിൽ തിരികെ വീട്ടിലേക്ക് എത്തുന്ന അഭിഷേക് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ദേവബാലയെ ഒഴിവാക്കണം. അതിനുവേണ്ടി ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക? ഇപ്പോൾ നിയമവും എല്ലാവരും അവൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ എനിക്ക് അവൾക്കെതിരെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഞാൻ എന്ത് ചെയ്യും? ആ ചോദ്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പുതിയ നീക്കങ്ങളുമായി ദേവബാല മുന്നിലേക്ക് വരുന്നത്. മാത്രവുമല്ല, അഭിഷേകിന്റെ കാര്യങ്ങളിൽ പുതിയ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കേട്ടതിനെ തുടർന്ന് ദേവബാല എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവന്റെ മുന്നിലേക്ക് കയറി വരുന്നത്. ഇതോടെ സോഹനെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്ന അഭിഷേക്, ദേവബാലയുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ നീ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സോഹൻ, എന്താണ് നീ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. എടാ, പണ്ട് അവൾ എന്തൊക്കെയാണോ ചെയ്തത് അതുപോലെയല്ല ഇപ്പോൾ ഓരോ കാര്യവും ചെയ്യുന്നത്. കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് അവളുടെ മനസ്സിൽ. അത് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായതാണ്. എടാ, അത് നിനക്ക് തെറ്റുപറ്റിയതാകും. അല്ല സോഹ, കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവൾ വിചാരിച്ചതുപോലെ വെറും മണ്ടിയൊന്നുമല്ല. അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോകുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് സോഹന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എടാ, ദേവബാലയ്ക്ക് അസുഖമുള്ളതല്ലേ, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അല്ലാതെ യാതൊരു പ്രശ്നവുമല്ല. നിനക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇത് കേൾക്കുന്ന അബി, ഇതേ തുടർന്ന് ഞാൻ ഒരു ദിവസം സത്യങ്ങൾ തെളിയിച്ചു തരാം എന്നുള്ള കാര്യം വ്യക്തമാക്കി പോയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് അബി ഒടുവിൽ ആ സത്യങ്ങൾ മനസ്സിലാക്കുന്നത്.
ദേവബാല ഇപ്പോൾ അഭിനയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അവൾ എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അഭിഷേക് മുന്നിലേക്ക് കടന്നു വരികയും ദേവബാലയെ തടയുകയും ചെയ്യുന്നു. നീ അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണല്ലേ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്? നിനക്ക് യാതൊരു ബുദ്ധി കുറവുമില്ല. നീ അതിബുദ്ധിയാണ് കാണിക്കുന്നത്. ഇത് കേൾക്കുന്ന ദേവബാല, അതെ, നിന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഇനി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും. കാരണം നീ എൻ്റേതു മാത്രമാണ്. നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എൻ്റെ കൂടെ തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ നാടകമെല്ലാം ഇപ്പോൾ ഞാൻ കളിക്കുന്നത്. നിനക്ക് എന്നിൽ നിന്ന് രക്ഷയില്ല അഭി എന്ന് വ്യക്തമാക്കുകയും നീ ഇനി എന്തൊക്കെ കാണിച്ചിട്ടും യാതൊരു ഉപകാരവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ അഭിക്ക് വാശി കൂടിയിരിക്കുകയാണ്. ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് അഭി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് അഭിക്ക് ജോലി കൊടുക്കണം എന്നുള്ള കാര്യവുമായി മുന്നിലേക്ക് വരുന്ന ഇഷ മരിച്ചു കളയുമെന്നുള്ള ഭീഷണി മുഴക്കുന്നത്. തൻ്റെ മകളുടെ ഭീഷണി കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്ന റാംമോഹൻ ഒടുവിൽ തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സോഹനും അതുപോലെ തന്നെ അഭിഷേകിനും. ഇതോടെ വീണ്ടും ജോലിക്ക് അവർ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഇരുവരെയും കമ്പനിയിൽ കാണുന്നത് റാംമോഹനെ ഇഷ്ടമാകുന്നില്ല. എന്നാൽ തൻ്റെ മകളുടെ വാക്ക് ധിക്കരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതെല്ലാം കണ്ണുമടച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അയാൾ ചെയ്യുന്നത്. ഈ കാര്യം മനസ്സിലാക്കുന്ന അഭി ഇതേ തുടർന്ന് ഇഷ ഓഫീസിലേക്ക് വന്ന ദിവസം ഇഷയെ ചെന്ന് കണ്ട് സംസാരിക്കാൻ തയ്യാറാവുകയാണ്. എന്നാൽ ഇഷയാകട്ടെ അഭിയിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കുകയും അഭിയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് അഭിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.